അറബ് രാജ്യങ്ങളും അതുപോലെ തന്നെ UN-ഉം കൃത്യമായി ഫലസ്തീൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അനുയോജ്യമായ തീരുമാനമെടുത്തു. സുരക്ഷാ സമിതിയിലും അമേരിക്ക ഒഴികെ മറ്റെല്ലാ രാജ്യങ്ങളും ഫലസ്തീൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഐക്യത്തോടെ നിൽക്കുന്നു. റഷ്യയും ചൈനയും അതുപോലെ തന്നെയാണ് UK-യും ഫ്രാൻസുമെല്ലാം അമേരിക്കയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഈ വിഷയം ഇസ്രയേൽ നടത്തുന്ന വംശീയ ഹത്യയ്ക്ക് ഒരിക്കലും കൂട്ടുനിൽക്കാൻ കഴിയില്ല എന്ന് ഉറപ്പിച്ചുകൊണ്ടുള്ള നീക്കമാണ്. ഇത് മാനവരാശിയുടെ നിലനിൽപ്പിൻ്റെ വിഷയമാണ്. മനുഷ്യരാണ് പിച്ച് ചീന്തപ്പെടുന്നത്. ഫലസ്തീനിലെ ജനത അനുഭവിക്കുന്ന ക്രൂരമായിട്ടുള്ള പീഡനം, അവർ അനുഭവിക്കുന്ന ഏറ്റവും നിസ്സഹായമായ അവസ്ഥ, അതൊന്നും നോബൽ സമ്മാനം ആഗ്രഹിച്ച് നടക്കുന്ന ഡൊണാൾഡ് ട്രംപിന് പറഞ്ഞാൽ മനസ്സിലാകില്ല. റഷ്യ ഉക്രൈനെ ആക്രമിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടാണ് ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. റഷ്യ കൃത്യമായി പറഞ്ഞു, ഫലസ്തീൻ്റെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിങ്ങൾ എടുക്കുന്ന നയം, അതിനുശേഷം ഉക്രൈൻ വിഷയത്തിൽ ഉക്രൈന് വേണ്ടി നിങ്ങൾ സമാധാന ചർച്ചയ്ക്ക് വരുന്നു. ഈ ഡബിൾ സ്റ്റാൻഡ് നയവുമായി മേലിൽ ഇങ്ങോട്ട് വന്നു പോകരുത് എന്ന് ഉറച്ച നിലപാടിൽ നിൽക്കുകയാണ് വ്ളാഡിമിർ പുടിൻ. അറബ് രാജ്യങ്ങൾ പുടിനോടൊപ്പം തന്നെയാണ്. യൂറോപ്പിലെ പ്രധാനപ്പെട്ട രാജ്യങ്ങളായിട്ടുള്ള ഫ്രാൻസും UK-യും ഈ വിഷയത്തിൽ റഷ്യയോടൊപ്പം. നോക്കൂ, റഷ്യക്ക് കൃത്യമായി കൈവന്നിരിക്കുന്ന പിന്തുണകൾ ഏതെല്ലാം മേഖലയിൽ നിന്നാണ്. ആഗോള വ്യാപാര അടിസ്ഥാനവുമായി ബന്ധപ്പെട്ട് ബ്രിക്സ് രാജ്യങ്ങൾ ബ്രിക്സ് കറൻസി ഇറക്കാൻ തയ്യാറെടുക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ, അതും ഇപ്പോൾ ചേർന്നിരിക്കുന്ന അറബ് ലീഗിൽ അല്ലെങ്കിൽ അറബ് ഉച്ചകോടിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയായി മാറുകയാണ്. ബ്രിക്സ് രാജ്യങ്ങൾ അത്തരത്തിൽ കറൻസി സമാനമായി ഇറക്കിയാൽ ഉണ്ടാകുന്ന ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡുണ്ട്. US-ൻ്റെ ഈ വലിയ തോതിലുള്ള വളവളപ്പ് നഷ്ടപ്പെട്ടേക്കാൻ ബ്രിക്സ് കറൻസി ഒരു കാരണമാകും എന്ന് നന്നായി അറിയുന്ന രാജ്യമാണ് അമേരിക്ക. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഇസ്രയേലിനെ പിന്താങ്ങി നടക്കാൻ കഴിയില്ല. അമേരിക്ക പറയുന്നത് ഇനി ഒരിക്കലും ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്നല്ല, ആരുടെ ഭാഗത്തു നിന്നും അറബ് രാജ്യങ്ങളെ ആക്രമിക്കുന്ന ഒരു നിലപാടുണ്ടായാൽ അമേരിക്ക ആദ്യം രംഗത്ത് വരും എന്നൊക്കെ പറഞ്ഞ് വീണ്ടും അറബ് രാജ്യങ്ങളുടെ വിശ്വാസ്യത പിടിച്ചു പറ്റാനും ചങ്ങാത്തം കൂടാനും ഒക്കെ ശ്രമിക്കുകയാണ്. പക്ഷേ റഷ്യ കൃത്യമായി പറഞ്ഞു അമേരിക്കയുടെ നിലപാട് എന്താണ് എന്നുള്ളത് ഇസ്രയേലിനെ പിന്തുണച്ചുകൊണ്ട് ഈ ഘട്ടത്തിൽ നിൽക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇസ്രയേലിനെ ഒരിക്കലും തള്ളിപ്പറയുന്ന ഭരണകൂടമല്ല അമേരിക്കയിലുള്ളത്. അതിന് ഡെമോക്രാറ്റുകൾ വന്നാലും റിപ്പബ്ലിക്കൻസ് വന്നാലും ഏത് ഭരണം മാറി മാറി വന്നാലും ഇസ്രയേലിലെ സൈനിസ്റ്റ് ഭരണകൂടത്തെ എത്ര നാൾ പിന്തുണയ്ക്കുമോ അത്രയും കാലവും ഗൾഫ് രാജ്യങ്ങൾ കൃത്യമായും നിലപാട് കടുപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ്. റഷ്യയും അതുപോലെ ചൈനയും ഈ സാഹചര്യത്തിൽ അവരുടെ പ്രതിനിധികളെ അയച്ചിരിക്കുന്നത് വെറുതെ കണ്ടുകൊണ്ടിരിക്കാനല്ല, നയങ്ങൾ വ്യക്തമാക്കാൻ തന്നെയാണ്.